കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാധ്യമങ്ങളെ കാണുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തീയതി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ മീഡിയ ബ്രീഫിംഗ് നടത്തുന്നുണ്ട്. ഡേറ്റ് ഗവൺമെന്റ് നിശ്ചയിച്ചറിയിക്കും. അവിടെയല്ല. ഓക്കെ. എപ്പോഴാണ് കേരളത്തിലേക്ക് പോകുന്നത്? വിജിൻ വായന്തോട് വിരളുമായി ചേരുന്നു. വിജിൻ, ഇന്ന് BJP നേതൃത്വം മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? അജിംസ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടില്ല. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് കേട്ടാൽ മറ്റൊരു ബഡ്ജറ്റ് കേന്ദ്രത്തിലെത്തി അവതരിപ്പിക്കും എന്നുള്ള നിലയിലുള്ളൊരു പ്രതികരണമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ BJP സംസ്ഥാന നേതൃത്വം മാധ്യമങ്ങളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയായിരുന്നു ബജറ്റ് പ്രസംഗം കേൾക്കാനായി എത്തിയത്. മാരാർജി ഭവനിൽ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിന് പിന്നിൽ ഇരുന്നാണ് BJP സംസ്ഥാന നേതൃത്വം ഈ ബജറ്റ് പ്രസംഗം പൂർണ്ണമായും കേട്ടത്. അതിലേക്കാണ് മാധ്യമങ്ങളെ ഇന്നലെ വിളിച്ചു വരുത്തിയിരുന്നത്. പക്ഷേ അവസാനമായപ്പോൾ മാധ്യമപ്രവർത്തകരോട് തന്നെ ക്ഷോഭിക്കുകയും തട്ടിക്കയറുകയും ഒക്കെ ചെയ്ത് ഉള്ള പ്രതികരണമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ സംസ്ഥാനത്തൊരു വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നേരിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ രീതിയിൽ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും ഉണ്ടായിരുന്നത്. ഈ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റിൽ അതിൽ കേരളത്തിനായുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു BJPക്ക്. എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ എന്തായാലും വരുമെന്നുള്ളതായിരുന്നു BJP കണക്ക് കൂട്ടിയിരുന്നത്. ഒപ്പം തന്നെ വിഴിഞ്ഞത്തിനും ഒപ്പം തിരുവനന്തപുരം നഗരത്തിന് പ്രത്യേകിച്ചും വലിയ എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ BJP സംസ്ഥാന നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അത്തരം ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ബജറ്റ് അവസാനിച്ചപ്പോൾ പൂർണ്ണമായും നിരാശരാകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. കേരളത്തിന് മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് അത് ഉണ്ടാക്കുകയും ചെയ്തത്. BJP കരുതിയിരുന്നത് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഉയർത്തിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസിത കേരളം എന്ന മുദ്രാവാക്യം തന്നെ ഉയർത്തി മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തി മുന്നോട്ട് പോകാനാണ്. അതിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടാമെന്നുള്ളൊരു കണക്കുകൂട്ടലൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 2-3 സീറ്റുകളൊക്കെ നേടാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ BJP പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിനായി പ്രത്യേകം എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ അത് നഗരത്തിൽ BJP അധികാരത്തിലെത്തിയ ശേഷം വലിയ മാറ്റം കൊണ്ടുവരാൻ BJPക്ക് കഴിയുന്നു എന്നുള്ള പ്രചാരണത്തിന് ഒക്കെ ആക്കം കൂട്ടുന്നതായിരിക്കുമെന്നാണ് BJP പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം പൂർണ്ണമായും പൊളിച്ചാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രസംഗം അവസാനിച്ചത്. അതോടെയാണ് നിലവിൽ ഇപ്പോൾ BJP പൂർണ്ണമായും പ്രതിസന്ധിയിലാകുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് കയർത്തുകൊണ്ടുള്ള പ്രതികരണം ഇന്നലെ നടത്തിയത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് വികസന പദ്ധതികൾ കേരളത്തിൽ നൽകിയാൽ അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാദം. പിന്നീട് BJP അധികാരത്തിൽ വന്നാൽ ഇരട്ട എഞ്ചിൻ സർക്കാർ വന്നാൽ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നടപ്പിലാക്കാൻ കഴിയും, അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും കേന്ദ്രം എന്നുള്ള വിചിത്രമായ ഒരു വാദമുയർത്തിയായിരുന്നു പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും നിലവിൽ ഉള്ള ബജറ്റിലെ പൂർണ്ണമായും കേരളത്തെ തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയും ഒപ്പം തന്നെ വലിയ നിരാശയും ഉണ്ടാക്കുന്നതാണ്. കേരളത്തിന് പൊതുവിൽ നിരാശ ഉണ്ടായെങ്കിലും BJPക്ക് അതിനപ്പുറമുള്ള നിരാശയാണ് ഈ ബജറ്റ് അവതരണം ഉണ്ടാക്കിയിരിക്കുന്നത്. അജിംസ.